പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ പ്രാധാന്യം അറിയിക്കുന്ന രണ്ട് അറിയിപ്പുകൾ: ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ, അതുപോലെ തന്നെ കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾ, ഇവരെല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായി തന്നെ കാണണം. വളരെ പ്രാധാന്യം അറിയിക്കുന്ന ചില അറിയിപ്പുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പ്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായി തന്നെ കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും, ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമുക്ക് ക്ഷേമ പെൻഷൻ്റെ വിതരണം വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ ഒരു തുടക്കത്തിൽ തന്നെ വിതരണം ചെയ്ത തുക പല ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നിരുന്നില്ല. പ്രത്യേകിച്ച് വിധവാ പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകൾക്ക് തുക എത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു ക്ഷേമ പെൻഷൻ ഇപ്പോൾ തന്നെ ഒരു 1-2 ദിവസത്തിനുള്ളിൽ തന്നെ പൂർണ്ണ അളവിൽ തുക എത്തും. ഇത് ചില തടസ്സങ്ങളുണ്ടായിട്ടുണ്ട്. അവർക്ക് തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുകയാണ്. ഇത് കൂടാതെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നമുക്ക് പെൻഷൻ വാങ്ങുന്ന ആളുകളിൽ ഇപ്പം ഈ ഒരു തവണ പെൻഷൻ 2000 രൂപയിലേക്ക് എത്തിച്ചു. പക്ഷേ അതിനുശേഷം തുക വർദ്ധിപ്പിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം സർക്കാർ തന്നെ അറിയിച്ചു. മാത്രമല്ല, ഒറ്റ തവണയായിട്ട് തന്നെ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അളവ് തുക 14,500 കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ള ആളുകൾ ഈ ഒരു വർഷത്തെ വരുമാന സർട്ടിഫിക്കറ്റ് ഉടനെ ഹാജരാക്കുക. ഇതുവരെ ഹാജരാക്കിയിട്ടില്ലാത്ത ആളുകളാണ്. അവർക്കിനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ എന്നുള്ള കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ, അത് 60 വയസ്സിന് താഴെയുള്ള ആളുകൾ, 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് അത് ബാധകമല്ല. പുനർവിവാഹം കഴിച്ചിട്ടില്ല, നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട. അവർ അത് ഹാജരാക്കിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു പെൻഷൻ ആനുകൂല്യം തടസ്സപ്പെടുമെന്നുള്ളൊരു കാര്യം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അതുപോലെ തന്നെയാണ് അടുത്ത മാസം കറക്റ്റായിട്ട് തന്നെ തുക ലഭിക്കും. ഇതിനുവേണ്ടി തുക ബഡ്ജറ്റിൽ അനുവദിച്ചിട്ടുമുണ്ട്. ഇത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കിസാൻ സമ്മാൻ നിധിയാണ്. കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ഈ ഒരു മാസത്തോടു കൂടി തന്നെ വിതരണം ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. നാളിതുവരെയായി 1 രൂപ പോലും കുടിശ്ശിക ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യം അറിയിക്കുന്ന മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇന്ന് ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ്. ഒരുപക്ഷെ ബഡ്ജറ്റിൽ 2500 രൂപയിലേക്ക് ഈ ഒരു കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൂചന. മാത്രവുമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അനർഹരെ പിടികൂടാനുള്ള നടപടി കൃഷിവകുപ്പുമായി ചേർന്ന് നമ്മുടെ കൃഷി ഓഫീസുകൾ മുഖേന നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, വരുന്ന നാളുകളിലെ ക്ഷേമ പെൻഷൻ്റെ തുക വരുന്ന നാളുകളിൽ കിസാൻ സമ്മാൻ നിധിയുടെ തുക സംസ്ഥാന സർക്കാരുകൾ കൂടി ഉൾക്കൊണ്ട് കൂടുതലായിട്ട് വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യം വീണ്ടും വരികയാണ്. മാറി മറിയുന്ന സാഹചര്യത്തിനനുസരിച്ചാണ് ഈ ഒരു തുകയിൽ വ്യത്യാസം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇത് ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിലായാലും കിസാൻ സമ്മാൻ നിധിയുടെ കാര്യത്തിലാണെങ്കിലും തുക ഇപ്പോൾ കറക്റ്റായിട്ട് ഒരു കുടിശ്ശിക പോലും ഇല്ലാത്ത രീതിയിലേക്ക് വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യം എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വളരെ വലിയ ഒരു ആശ്വാസമാണിത്. മാത്രമല്ല, വരുന്ന നാളുകളിലെ ക്ഷേമ പെൻഷനൊക്കെ ഉറപ്പായിട്ട് 2500-3000 രൂപയിലേക്കൊക്കെ എത്തുകയും ചെയ്യും. കിസാൻ സമ്മാൻ നിധിയൊക്കെ 2000-ൽ നിന്ന് 3000-4000 രൂപ വരെയൊക്കെ ആക്കി ഉയർത്താനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതുതന്നെയായാലും ക്ഷേമ പെൻഷനും കിസാൻ സമ്മാൻ നിധിയൊക്കെ വാങ്ങിക്കുന്ന ആളുകൾക്ക് വളരെ പ്രധാനപ്പെട്ട 4 അറിയിപ്പുകളാണ്. കൂടാതെ തന്നെ അനർഹർ കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അവർ ഉടനെ തന്നെ പുറത്തു പോകേണ്ടതാണ്. അവർക്കെതിരെ നിയമ നടപടിയും ആരംഭിച്ചിട്ടുണ്ട്.